സാറേ, യമൻ എന്ന അറബ് രാജ്യത്തെ പ്രധാനപ്പെട്ട 3 മുസ്ലിം രാജ്യങ്ങൾ ചേർന്ന് കൊത്തിപ്പറിച്ച് വീതിച്ചെടുക്കുന്ന ഒരു ആഗോള കാഴ്ച നമുക്ക് വാർത്ത പോലുമല്ല യഥാർത്ഥത്തിൽ. അതിലേറ്റവും പുതിയ ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ 3 രാജ്യങ്ങൾ, യമന്റെ നല്ലൊരു പങ്ക് സൗദി അറേബ്യയുടെ കയ്യിലാണ്, മറ്റൊരു പ്രധാനപ്പെട്ട പങ്ക് തലസ്ഥാനം ഉൾപ്പെടെ ഹൂത്തികളെ ഉപയോഗിച്ച് ഇറാന്റെ കയ്യിലാണ്. ആ തക്കത്തിൽ UAE ചേർന്ന വലിയൊരു പ്രദേശം UAE കയ്യിലുമാണ്. ഇപ്പോൾ യമനകത്ത് നടക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ ഡെവലപ്മെന്റ് സാക്ഷാൽ സഹോദര രാജ്യങ്ങളായ UAE സൗദി അറേബ്യയും തമ്മിലുള്ള പോരാട്ടമാണ്. അതിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് എന്താണ്? അതായത് ഇന്നലെ അൽ മുഖല്ല തുറമുഖ നഗരം, ഇത് ഞാൻ ഈ സംസാരിക്കുമ്പോൾ അൽ മുഖല്ല, ഹാദ്രാമൗത്ത് എന്നൊക്കെ പറഞ്ഞുള്ള രാജ്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ തങ്ങൾമാരുണ്ടല്ലോ, പാണക്കാട് തങ്ങൾ കുടുംബമൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ട് വന്ന യാത്രയിൽ വരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അൽ മുഖല്ല തുറമുഖത്ത് UAE പിന്തുണയ്ക്കുന്ന സേനയ്ക്ക് അവിടെ, അതായത് സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ എന്ന് പറഞ്ഞ സേനയുടെ കൂടെയാണ് അവിടെ UAE തെക്കൻ യമനിൽ. ആ സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ STC, ആ സംഘടനയ്ക്ക് ആയുധങ്ങളും വാഹനങ്ങളും 2 കപ്പലിൽ അൽ മുഖല്ല തുറമുഖത്ത് UAE എത്തിച്ചു. എമിറാറ്റി സേന എന്ന് പറയാം, അവർക്ക് എത്തിച്ചു. അപ്പോൾ ആ എത്തിച്ച ആയുധങ്ങളെ സൗദി അറേബ്യ ആക്രമിച്ച് തകർത്തു. അതാണ് പുതിയ സംഭവവികാസം എന്ന് പറഞ്ഞാൽ. റിയാദും അബുദാബിയും തമ്മിൽ അവിടെ പോരാടുന്നു. റിയാദും അബുദാബിയും തമ്മിൽ യമന്റെ അകത്ത് പോരാടുന്നു. 24 മണിക്കൂർ അന്ത്യശാസനം സൗദി കൊടുത്തു. അവിടെ നിന്ന് ഒഴിഞ്ഞു പൊക്കോളണം എന്ന് UAE അന്ത്യശാസനം കൊടുത്തു. അപ്പോൾ അവശിഷ്ട സേനയെ ഞങ്ങൾ പിൻവലിക്കുകയാണ് എന്ന് UAE പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യമനിൽ നിന്ന് UAE സ്ഥലം കാലിയാക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്രയും നല്ലത്. അപ്പോൾ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾക്ക് എതിരായ ചേരിയെ UAE പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് വാർത്തകളിൽ കാണുന്നത്. ഹൂത്തികളെ ഇറാൻ പിന്തുണയ്ക്കുന്നു, അതിൻ്റെ എതിർചേരിയുടെ കൂടെ UAE നിലകൊള്ളുന്നു. ഇതാണ് സംഭവം. ഈ കപ്പലുകൾ, ഈ UAE ആയുധം കയറ്റിയ കപ്പലുകൾ ഫുജൈറയിൽ നിന്ന് ആണ് അൽ മുഖല്ലയിൽ എത്തിയത്. ഫുജൈറയിൽ നിന്ന്, UAE കിഴക്കൻ തീരത്തെ സ്ഥലമാണ് ഈ ഫുജൈറ. അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ ആണ് ഇത് എത്തിയത്. ആയുധവും വാഹനങ്ങളുമാണ് ഈ ഫുജൈറയിൽ നിന്നുള്ള 2 കപ്പലുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 24 മണിക്കൂർ അന്ത്യശാസനം കൊടുത്തിട്ട് സേനയെ പിൻവലിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ യമന്റെ പ്രസിഡൻഷ്യൽ കൗൺസിലും സൗദി അറേബ്യയും കൂടിയാണ് ഈ അന്ത്യശാസനം കൊടുത്തത്. യമൻ പ്രസിഡൻഷ്യൽ കൗൺസിലിന്റെ കൂടെ ആണ് സൗദി അറേബ്യ നിലകൊള്ളുന്നത്. എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക യമന്റെ കൂടെ. സന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കുറെ ഭാഗങ്ങളിൽ ഹൂത്തികളുടെ കയ്യിലാണ്. ഹൂത്തികൾ സൗദിക്കെതിരെ ഇടക്കിടക്ക് മിസൈൽ അയക്കുന്നുമുണ്ട്. അപ്പൊ ഈ തുറമുഖത്ത് ഇപ്പോൾ ഡസൻ കണക്കിന് പട്ടാള വാഹനങ്ങളും പിക്കപ്പ് ട്രക്കുകളും കത്തി നശിച്ച നിലയിൽ ചിത്രങ്ങളിൽ കാണാം. ഈ ആക്രമണത്തിന് ശേഷം പലതും കത്തി നശിച്ചിട്ടുണ്ട്. അപ്പോൾ UAE പിന്തുണയുള്ള സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ STC, ആ സേനയ്ക്കാണ് ഹദ്രാമൗത്ത്, മഹ്റ പ്രവിശ്യകളിലൊക്കെ സ്വാധീനമുള്ളത്. അവിടെ ആ കൗൺസില്, അതായത് UAE പിന്തുണയുള്ള സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ നീക്കത്തിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളാണ് അവിടെ എത്തിച്ചത്. ഒരു ദശകമായി ആഭ്യന്തര യുദ്ധത്തിൽ ഈ വിങ്ങി നിൽക്കുകയാണ് യമൻ. അപ്പൊ തെക്കൻ യമൻ 1967 മുതൽ 1990 വരെ പ്രത്യേക രാജ്യമായിട്ട് നിലകൊണ്ടിരുന്നു തെക്കൻ യമൻ. UAE സേന എത്തിയത് ഈ
സൗദിയുടെ നേതൃത്വത്തിലുള്ള ഹൂത്തി വിരുദ്ധ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് ആദ്യം അവിടെ എത്തിയത്. ഹൂത്തികൾ സനയിൽ നിന്ന് ഔദ്യോഗിക ഭരണകൂടത്തെ പുറത്താക്കി, അട്ടിമറിച്ചു, ആ സ്ഥലമൊക്കെ പിടിച്ചു. അത് 2014 2019 UAE സേനയെ, പ്രധാനപ്പെട്ട സേനയൊക്കെ UAE പിൻവലിച്ചിരുന്നു. ഇപ്പോൾ ഉള്ളത് അവിടെ ഒരു അവശിഷ്ട സേന മാത്രമാണ് UAEക്ക് ഉള്ളത്. അപ്പോൾ ചൊവ്വാഴ്ച യമന്റെ പ്രസിഡൻഷ്യൽ കൗൺസിൽ UAEയുമായി പ്രതിരോധ കരാർ റദ്ദാക്കി. കഴിഞ്ഞ ദിവസം ഈ അന്ത്യശാസനത്തിന് ശേഷം പ്രസിഡൻഷ്യൽ കൗൺസിൽ UAEയുമായിട്ടുള്ള പ്രതിരോധ കരാർ റദ്ദാക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ UAE സ്ഥലം വിടണം എന്നുള്ളത് അവിടുത്തെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെയും ആവശ്യമാണ് സൗദിയുടെ ആക്രമണത്തിന് ശേഷം. ഇതിൽ സൗദി നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരിക്കും. 90 ദിവസത്തെ അടിയന്തരാവസ്ഥ ഇപ്പൊ യമനിൽ ഔദ്യോഗിക ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോ ഈ അയച്ച വാഹനങ്ങൾ UAE പറയുന്നത്, ഞങ്ങൾ മറ്റേ സേനയ്ക്ക് വേണ്ടിയല്ല ഈ ആയുധവും വാഹനങ്ങളും അയച്ചത്, ഞങ്ങളുടെ അവശിഷ്ട സേനയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അയച്ചതെന്ന് പറയുന്നു. സൗദി അറേബ്യ 20,000 ഭടന്മാരെ ഹദ്രാമൗത്ത് അതിർത്തിയിലേക്ക് നീക്കിയിട്ടുണ്ട് UAEയുടെ കടന്നുകയറ്റം തടയാൻ. അപ്പോൾ STC, അതായത് അതെ, ട്രാൻസിഷണൽ കൗൺസിലിന്റെ പൊസിഷനുകളുടെ അടുത്തേക്കാണ് സൗദി സേനയെ നീക്കിയത്. ഹദ്രാമൗത്തിൽ കഴിഞ്ഞ ആഴ്ച സൗദി ആക്രമണം നടത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ, ഇന്നലെ അല്ലാതെ 15,000 പേരടങ്ങുന്ന ഒരു കരുതൽ സേനയെ സൗദി അറേബ്യ ഇപ്പൊ റിയാദിൽ തയ്യാറാക്കി നിർത്തിയിട്ടുമുണ്ട്. UAE സേനയെ ശരിപ്പെടുത്തും എന്നുള്ള മട്ടിൽ. ഇതാണ് പുതിയ സംഭവ വികാസം. അതെ, ഈ യമൻ ഒരുപാട്, പ്രത്യേകിച്ച് മലയാളികളെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സാറ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹദർ മൗത്ത് എന്ന് പറയുന്നത് ഹല്ലർ മൗത്താണ് അറബിയിൽ. ഹല്ലർ മൗത്തിൽ നിന്ന് വന്നവരാണ് നമ്മുടെ നാട്ടിലെ ഈ മലബാറിലെ മുസ്ലിങ്ങൾ മുഴുവനും, പ്രത്യേകിച്ച് തങ്ങന്മാരുടെ ഒരു പാരമ്പര്യം, അങ്ങനെ വന്നവരാണ് എല്ലാവരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. രണ്ടാമത്തെ പ്രത്യേകത, നമ്മുടെ ജയിലിൽ കിടക്കുന്ന കുട്ടിയുണ്ടല്ലോ, നിമിഷപ്രിയയുടെ സ്ഥിതി എന്താ? നമ്മുടെ മീഡിയ എത്ര പിറ്റിയാണ് സാർ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നിമിഷപ്രിയ ഇപ്പം എന്തായി? വായനക്കാരുടെ തലയിൽ തീ കോരിയിട്ടതാണല്ലോ ആ വാർത്ത. ഇപ്പം എന്താന്ന് ആർക്കും ഒരു വാർത്തയില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. എന്തായാലും യമൻ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. മൂന്നാമത്തെ കാര്യം, യമനിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ്, നമ്മൾ ഈ അറബ് ലോകത്തിൻ്റെ ഒരു ഇരട്ട നയം ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ എന്താ പറയുക, ഇരട്ടത്താപ്പ്, അത് വളരെ പ്രകടമാണ്. ഇപ്പോൾ സമ്പന്നമായ 3 മുസ്ലിം രാജ്യങ്ങൾ ചേർന്ന് ദരിദ്രമായ ഒരു പാവം മുസ്ലിം രാജ്യത്തെ കൊത്തിപ്പറിച്ച് വീതിച്ചെടുത്ത് കഴിഞ്ഞ കുറെ കാലമായി. ഇത് ഇന്നും ഇന്നലെയുള്ള വാർത്തയല്ല. പക്ഷെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, സന ഉൾപ്പെടെയുള്ള തലസ്ഥാനം ഹൂത്തികളെ ഉപയോഗിച്ച് ഇറാൻ പിടിച്ചു. എന്നിട്ടാണ് അവിടുത്തെ ഭരണകൂടം സാലെ, അവിടുത്തെ പ്രസിഡന്റ് സൗദി അറേബ്യയിലേക്ക് ഓടിപ്പോയി അവിടെ അഭയം തേടി അവിടെ കിടന്നാ മരിച്ചത്. അറേബ്യയാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ, ഇപ്പോ പുറത്തുനിന്നാണെങ്കിലും യമന്റെ ഔദ്യോഗിക സനയിലെ അവശിഷ്ട ഭരണകൂടത്തെ ഈ പ്രധാനമന്ത്രി മന്ത്രിസഭയിലെ അംഗങ്ങൾ ഉൾപ്പെടെ 10-16 പേരെ ഇസ്രയേൽ ബോംബിട്ട് നശിപ്പിച്ചിരുന്നു. ഓ, അതുകൊണ്ടായിരുന്നു. ഈ കൊല്ലം ആദ്യം ഇസ്രായേലിന് യമനോട് നേരിട്ട്, അത് ഹൂത്തികൾക്ക് നേരെ നടത്തിയത് അവരായിരിക്കും തീർച്ചയായിട്ടും. സനയിൽ മൂന്നാമത്തെ, കാരണം ഹൂത്തികളുടെ കയ്യിലാണല്ലോ സന. മൂന്നാമത്തെ കാര്യം ഒന്നാലോചിച്ച് നോക്കൂ, ഈ തക്കം നോക്കിയിട്ട് ഹൂത്തികളെ നേരിടാനെന്ന രീതിയിൽ സൗദി അറേബ്യയെ സഹായിക്കാനെന്ന രീതിയിലാണ് UAE അങ്ങോട്ട് പട്ടാളത്തെ അയച്ചത്. UAEയുടെ അറിയാലോ, UAEയുടെ ഈ തെക്കൻ യമൻ എന്ന് പറഞ്ഞാൽ UAEയുടെ ബോർഡറാണ്. അപ്പോൾ തക്കത്തിൽ ആ ഒരു സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് കിട്ടിയതൊക്കെ ഇവരും പിടിച്ചടക്കി. അപ്പോൾ 3 രാജ്യങ്ങൾ, ഇറാൻ, സൗദി അറേബ്യ, UAE. യമൻ ഇങ്ങനെ പിടിച്ചടക്കാനായിട്ട് യമനിൽ എന്താ ഉള്ളത്? പ്രകൃതി വിഭവങ്ങളാണോ? യമൻ കൃഷിഭൂമിയാണ്, മനോഹരമായ ഗംഭീരമായ കൃഷിഭൂമിയാണ് യമൻ. ഇവർക്കൊക്കെ ആവശ്യമുള്ള, പ്രത്യേകിച്ച് UAEക്ക് ഭൂമി കുറവാണല്ലോ, കൃഷി ധാരാളമായിട്ടുണ്ട്, സൗകര്യങ്ങളുണ്ട് അവർക്ക്. അപ്പോൾ UAEക്ക് മണ്ണിൽ താല്പര്യം ഉണ്ടാവും. മാത്രമല്ല ഇത് എളുപ്പമാണല്ലോ ബോർഡർ മാറ്റിവെക്കാൻ. അപ്പോൾ ഇതാണ് ഇതിലൊരു പ്രശ്നമുള്ളത്. അന്ന് ആലോചിച്ച് നോക്കുക. അതേ സമയത്ത് വേറെ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഇപ്പോൾ ഒരു അതിര് ഒരു ഇത്തിരി നീക്കിയാൽ ഇവർക്ക് വലിയ ഇഷ്യൂ ആണ്.
എന്നാൽ അറബ് രാജ്യം മറ്റൊരു അറബ് രാജ്യത്തെ അധിനിവേശം നടത്തിയിട്ട് കീഴടക്കുന്നതിനും കൈയടക്കുന്നതിനും യാതൊരു വിരോധമില്ല. മാത്രമല്ല പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം പരിഹരിക്കാൻ കാണിക്കുന്ന താല്പര്യം പോലും യമൻ പ്രശ്നം പരിഹരിക്കാൻ ഒരു അറബ് രാജ്യവും കാണിക്കുന്നില്ല. പരിഹരിക്കേണ്ടതല്ലേ ആ രാജ്യം? ഇപ്പോൾ നടന്നിരിക്കുന്ന കാര്യം ലേറ്റസ്റ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ, രാജ്യങ്ങൾ എന്ന നിലയിൽ നേരിട്ട് യമന്റെ മേൽ കൈവച്ചിരിക്കുന്നത് സൗദി അറേബ്യയും UAE-യുമാണ്. UAE കൈവെക്കുന്നത് സൗദി അറേബ്യക്ക് ഇഷ്ടമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഹൂത്തികൾ പ്രോക്സി വാറാണല്ലോ, ഇറാൻ നേരിട്ടല്ല. ഹൂത്തികളെ വേണമെങ്കിൽ തകർത്ത് ഓടിക്കാവുന്നേ ഉള്ളൂ. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധവും മെച്ചപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവസ്ഥയിൽ ഇറാൻ നേരിട്ട് വാറിനൊന്നും വരില്ല. ഹൂത്തികളെ അവിടുന്ന് ഓടിച്ചാൽ തീർന്നു. പക്ഷേ UAE അങ്ങനെ പോകില്ല. UAE ഒരു രാജ്യമായിട്ടാണ് ഇടപെടുന്നത്. അവരുടെ പട്ടാളമാണ് വന്ന് അവരുടെ ആയുധം കൊണ്ടാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ UAE ഓടിക്കുക എന്നതാണ് ഇപ്പോൾ സൗദിയുടെ ഫസ്റ്റ് അജണ്ട. ഓടാം എന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. തൽക്കാലം അത് വേണ്ടി വരും. പക്ഷെ ഇനി ചെയ്യേണ്ടത് സൗദി അറേബ്യ യമനെ അറ്റാച്ച് ചെയ്യുവാണോ? എന്താ ഉദ്ദേശം? അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സൗദി അറേബ്യക്ക് ഭൂമി ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ യമൻ എന്ന രാജ്യത്തെ സൗദി അറേബ്യ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പാവ ഭരണകൂടത്തെ അവിടെ സ്ഥാപിക്കും. സത്യത്തിൽ വേണ്ടത് ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് യമനെ സ്വതന്ത്രമാക്കുകയും യമനെ ശക്തിപ്പെടുത്തുകയും യമനെ സമ്പന്നമാക്കുകയും ചെയ്യല്ല വേണ്ടത്. ഇവർ ഈ പറഞ്ഞ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ഒക്കെ ഉണ്ടല്ലോ, ഇസ്ലാമിക് കോപ്പറേഷൻ, 57 രാജ്യങ്ങളുണ്ട് അതിനകത്ത്. അവരെല്ലാവരും കൂടി ഓരോ നാണയത്തൊട്ടെടുത്താൽ മതി, എന്നാൽ ആ രാജ്യത്തിന് രക്ഷപ്പെടുത്താവുന്നതേ ഉള്ളൂ. പക്ഷെ ചെയ്യേണ്ടത് ചെയ്യാൻ അറബ് ലോകം അല്ലെങ്കിൽ ഇസ്ലാമിക് കൺട്രീസ്, മുസ്ലിം രാജ്യങ്ങൾ അവർ തയ്യാറുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്നിട്ടാണ് പുറത്ത് എവിടെയെങ്കിലും ഒരു അധിനിവേശം നടക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, മുസ്ലിങ്ങൾക്കെതിരായ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ, ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഇവർക്ക് അന്താരാഷ്ട്ര ഇഷ്യൂ, കർണാടകയിൽ നടന്ന ഒരു ഒഴിപ്പിക്കൽ സംവിധാനം പോലും ആഗോളതലത്തിൽ ഇന്ത്യയിലെ ഗസ എന്നാണ് KT ജലീൽ പോയി വിളിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് യമൻ. അപ്പോൾ ഏതായാലും UAE-യും സൗദി അറേബ്യയും നേർക്ക് നേരെ അവരുടെ ഒരു അധിനിവേശ മോഹം വെളിപ്പെടുത്താൻ യമൻ എന്ന മുസ്ലിം രാജ്യത്തെ തന്നെ കരുവാക്കിയെന്നും ആ യമൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ തറവാടാണ് എന്നും ഓർക്കുമ്പോൾ ഈ അറബ് ലോകത്തിന്റെ ഒരു തനിനിറം കാണാൻ ഈ വാർത്ത ഉപകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.